ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. ഇത് സെയിൻറ്റ് ലബാൻ സ്റ്റൈലിലെ സലാങ്കാട്ടി റെസിപ്പി ഞാൻ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ വാനില കേക്കാണ്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീറ്റായതിനു ശേഷം 1/2 കപ്പ് ഓയിൽ, 1/4 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നേരത്തെ മിക്സാക്കി വെച്ച മൈദൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. ഇതിപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിന്. അപ്പോൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. നല്ലോണം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റാക്കി എടുക്കുക. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും വിപ്പിംഗ് ക്രീം മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി തേർഡ് ലെയറിന് വേണ്ടിയിട്ട് ഞാൻ സേമിയാണ് എടുക്കുന്നത്. നേരിയ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുനാഫൻ്റെ ഡോ എടുക്കുക. ഞാനിപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സേമിയ എടുത്തത്. ഇതുപോലത്തെ തിന്നായിട്ടുള്ള സേമിയാണ് എടുക്കാൻ നോക്കുക. എന്നിട്ട് കൈ കൊണ്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി വെക്കുക. പാന് ചൂടാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ ചെറുതായിട്ട് കട്ട് ചെയ്ത കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ മിക്സാക്കി വെച്ച സേമിയ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് സേമിയ കുക്കാവുന്ന ആ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കുക. ഇനി ലാസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ മെൽറ്റാക്കി എടുത്തിന്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ന്യൂട്ടെല്ല ചേർത്ത് കൊടുത്തിന്. മെൽറ്റാക്കുമ്പോൾ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കുക. എനിക്കത് ചേർക്കാൻ വിട്ട് പോയതാണ്. ഇനിയിപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കിയ കേക്ക് നല്ലോണം തണുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ മോൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെറ്റാക്കി എടുക്കുക. 4 ടേബിൾ സ്പൂൺ പാലിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തത്. കേക്കിൻ്റെ മുകൾ ഭാഗം നല്ലോണം വെറ്റാക്കി എടുത്തിന്. ഇനി സെക്കൻഡ് ലെയർ നേരത്തെ ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീം ന്യൂട്ടെല്ല മിക്സ് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. വെറും ഒരു അരമണിക്കൂർ കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഇനിയിപ്പോൾ നേരത്തെ മൂന്നാമത്തെ ലെയർ സേമിയൻ്റെ മിക്സും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങൾ കുനാഫ ഡോ ആണ് എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടറിൽ റോസ്റ്റ് ചെയ്ത് മാത്രം മതി. അതിലേക്ക് പാൽപ്പൊടിയോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഫോർത്ത് ലെയർ ഞാൻ ചോക്ലേറ്റിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിന് മുകളിൽ ഇതുപോലെ നിറച്ചും നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കാഷ്യൂ, ബദാം, പിസ്ത ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്തിന്. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യോ ക്രീം ഉണ്ടെങ്കിൽ അത് പകുതിയായിട്ട് ചേർത്ത് കൊടുത്താൽ സെയിൻറ്റ് ലബാൻ സ്റ്റൈലിലുള്ള സലാങ്കാട്ടിയ റെസിപ്പി തന്നെ ആവും. അപ്പോൾ ഈ ഒരു റെസിപ്പി കുനാഫ ഡോ, പിസ്താഷ്യോ ക്രീം ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസോ വ്ളോഗ്സ് ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.